മാരുതിയുടെ പുതിയ ഫ്രോങ്സിന് ഒരിത്തിരി പ്രത്യേകതകളുണ്ട്. എല്ലാ വണ്ടികൾക്കുള്ള പോലെ ഗുണങ്ങളും ദോഷങ്ങളുമുള്ള ഒരു കാറ് തന്നെയാണ് ഫ്രോങ്സ്. അപ്പോൾ ഫ്രോങ്സിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി എടുത്തു പറയാവുന്ന കുറച്ച് പ്രത്യേകതകൾ, അതുപോലെ കുറച്ച് പോരായ്മകൾ, അവയൊക്കെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാരുതി സുസുക്കി ബലെനെ ബേസ് ചെയ്താണ് ഫ്രോങ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിലർക്കത് പ്രോസ് ആവാം, ചിലർക്കത് കോൺസ് ആവാം. അതായത് കണ്ടാൽ ബലെനയുടെ ലുക്ക് ഉണ്ടല്ലോ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് കാണുന്ന ആളുകളുണ്ടാവാം. പക്ഷേ വണ്ടി കാണാനൊരു ലുക്കറാണ് എന്നുള്ളതാണ് വണ്ടിപ്രാന്തൻ്റെ പക്ഷം. ബമ്പറിലുള്ള 3 പോഡുകളായിട്ടുള്ള LED ഹെഡ്ലാമ്പ്സ് ഫ്രോങ്സിൻ്റെ പ്രത്യേകതയാണ്, ഒരു പ്രോസാണ്. കാരണം നല്ല വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഹെഡ്ലാമ്പ് ആ വണ്ടിക്ക് ഒരു ലുക്ക് കൂടി കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഹെഡ്ലാമ്പാണ് ഫ്രോങ്സിന്. SUVക്ക് സമാനമായ റൂഫ് റെയിൽസ് ഫ്രോങ്സിനുണ്ട്. അതൊരു പ്രോസാണ്. പക്ഷേ ഒരു കോൺസായിട്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത് സൺറൂഫ് ഇല്ല എന്നുള്ളതാണ്. ഒരു സൺറൂഫ് കൂടി ഉണ്ടായിരുന്നെങ്കിലും തോന്നി. കാരണം പുതിയ ട്രെൻഡുകളിൽ ഇപ്പോൾ ചില വണ്ടികളെങ്കിലും ബേസ് മോഡലിൽ തന്നെ സൺറൂഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൺറൂഫ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. SUVകൾക്ക് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ SUVകൾക്ക് എല്ലാം കാണുന്ന ആ ഒരു ക്ലാഡിങ് ഈ ഒരു ഫ്രോങ്സിനുമുണ്ട്. അതായത് ആ പ്ലാസ്റ്റിക് ക്ലാഡിങ് വീലാർച്ചൊക്കെ ആയിട്ടും അല്ലെങ്കിൽ വശങ്ങളിലൂടെ പോയിട്ടും ചുറ്റപ്പെട്ട് കിടക്കുന്നത് ശരിക്കും ഒരിത്തിരി സ്റ്റാൻസ് കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ വലിയൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നില്ലെങ്കിലും 360 ക്യാമറ തീർത്തും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള 360 ക്യാമറ ഈ ഒരു ഫ്രോങ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാം. അതൊരു ഗുണമുള്ള കാര്യം തന്നെയാണ്. ഒരു പ്രോപ്പർ 5 സീറ്റർ വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ പിന്നിലെ സീറ്റുകൾക്ക് 3 പ്രോപ്പർ ഹെഡ് റെസ്റ്റും 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റ് മെക്കാനിസവും കണ്ടു എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് കാണാണ്. ഫാബ്രിക് സീറ്റുകൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് എന്നുള്ളതും കാര്യമായിട്ട് പറയാം. പക്ഷേ വെന്റിലേറ്റർ സീറ്റ് ഈ വണ്ടിക്കില്ല. $308 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഉണ്ട് ഫ്രോങ്സിന്. കൂടാതെ 60-40 സ്പ്ലിറ്റ് സീറ്റും ആ ഒരു ചൈൽഡ് സീറ്റ് ടെത്രൊക്കെ തന്നെ കാണാം. ആകെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ലിപ്പ് കുറച്ച് താഴെ ആയതുകൊണ്ട് ലോഡിംഗ് ലിപ്പേ, അപ്പോൾ പൊക്കിയെടുത്ത് അകത്ത് വയ്ക്കാനൊരു ഒത്തിരി എഫേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും യൂസബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് കൂടി ഫ്രോങ്സിനുണ്ട്. എയർ കണ്ടീഷണർ വെൻറ്റുകളും പിന്നിൽ കാണാമെന്നതാണ്. അതായത് ആ ഒരു സ്റ്റോറേജ് സ്പേസും ആ ഒരു USB പോർട്ട് മാത്രമല്ല, ഒരു പ്രോപ്പർ വെൻറ്റുകൾ കൂടി പിന്നിലുണ്ട് ഫ്രോങ്സിന്. ബേസ് മോഡൽ ഒഴിച്ച് ഏറെക്കുറെ എല്ലാ വേരിയൻറ്റിലും ഓട്ടോ AC ഉണ്ട് എന്നത് കൂടി ഫ്രോങ്സിൻ്റെ ഒരു മികവായിട്ട് കാണാം. നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകൾ കൂടി ആ ഒരു AC കൺട്രോൾസ് കാണാം. ചെറിയ വണ്ടികളൊക്കെ തന്നെ AMTകളാണ് അരങ്ങ് വീഴുന്നത്. ഫ്രോങ്സിനും ഒരു AMT ഉണ്ട്. എന്നാലും കൂടിയ മോഡലുകളിൽ ഒരു പ്രോപ്പർ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ഉണ്ട് ഫ്രോങ്സിന് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ ഗിയർ ബോക്സ് തന്നെയല്ലേ. മാരുതിയുടെ ഫ്രോങ്സിലൂടെ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ്റെ തിരിച്ചുവരവ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു 3 സിലിണ്ടർ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് 100 bhp പവറും 142 Nm ടോർക്കുമുള്ള ഒരു നല്ല എഞ്ചിനാണ്. അതായത് റിഫൈൻഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ. അപ്പോൾ ഫ്രോങ്സിൻ്റെ പ്രത്യേകമായിട്ട് ആ ഒരു എഞ്ചിൻ്റെ കാര്യം കൂടി പറയണം, കൂടിയ മോഡലിലാണെങ്കിൽ കൂടി. ഫ്രോങ്സിൻ്റെ എന്നല്ല, മാരുതിയുടെ പുതുതലമുറ കാറുകളിലൊക്കെ തന്നെയും ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ഈ ഒരു ചെറിയ അഭാവമുണ്ട്, അല്ലെങ്കിൽ അലംഭാവമുണ്ട്. കാരണം ആ ഒരു സ്വിച്ചുകളും അല്ലെങ്കിൽ നോബുകളൊക്കെ ശരിക്കും കുറേ അധികം പഴയതാണ്. ഒരു പുതിയ സ്റ്റിയറിങ്ങിലുള്ളതോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സ്റ്റാക്കുള്ളതും അല്ലെങ്കിൽ ഇഗ്നിസിൻ്റെ പോലെ ആ ഒരു മീറ്റർ കൺസോൾ അപ്പുറത്തുള്ളതും അതിൻ്റെ സ്വിച്ചുകൾ വരേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു ക്ലാസിക് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്, എന്നാലും കുറേ അധികം പോരായ്മകളുള്ള മീറ്റർ കൺസോൾ എന്ന് പറയാം. മാരുതി ഫ്രോങ്സിലെ വലിയ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ സിസ്റ്റം എന്ന് പറയുന്നത് നല്ല റെസ്പോൺസീവാണ്, നല്ല ഇൻറ്റ്യൂറ്റീവാണ്. ക്യാമറ ക്വാളിറ്റി കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വലിയ സ്ക്രീൻ എന്ന് പറയുന്നത് തീർത്തും യൂസബിളാണ്.
ഇപ്പോൾ സൗണ്ട് സെൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അത് മാത്രമല്ല അത്യാവശ്യം നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കണ്ടില്ല എന്നുള്ളത് പോരായ്മയാണ്. പക്ഷേ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഉള്ള ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് നല്ല മികവാണ്. ഇതിൻ്റെ പ്രോസ് എന്ന് പറയുന്ന സ്ക്രീൻ ഉണ്ടെന്നുള്ളതാണ്. കോൺസ് എന്ന് പറയുന്നത് വയർലെസ് അല്ല ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് വരുന്ന മിക്കവാറും കാറുകളിലേതുപോലെ തന്നെ ഫ്രോങ്സിൻ്റെയും സ്പെയർ വീല് അലോയ് അല്ല എന്നുള്ളതാണ്. സ്റ്റീൽ വീലാണ്, സെയിം സൈസുള്ള സ്റ്റീൽ വീലാണ്. ആ ഒരു വീൽ വെല്ലിൻ്റെ ആ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയും നത്തിങ് ടു ടോക്ക് എബൌട്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രോസായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സ്പെയർ വീൽ ഉണ്ട് എന്നുള്ളതാണ്. കോൺസായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അലോയ് അല്ല എന്നുള്ളതാണ്. കൂടാതെ ഒരു കമ്പാർട്ട്മെൻറ്റ് കൂടി അപ്പുറത്ത് കണ്ടു. മുന്നിലേക്കാൾ കൂടുതൽ ആ ഒരു ഭംഗിയും ആ ഒരു സ്റ്റാൻസും അല്ലെങ്കിൽ എസ് യുയുടെ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളും പിന്നിലാണെന്ന് തോന്നി. ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഡിസൈനും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തോന്നുന്നതൊക്കെ തന്നെയും ഗുണമായിട്ട് കാണാം. അപ്പോൾ ഒരു എസ് യു വി സ്റ്റാൻസിലുള്ള വണ്ടിയാണ് ഫ്രോങ്സ് എന്നുള്ളത് ഒരു വലിയ ഗുണം തന്നെയാണ്. വാഹന നിർമ്മാതാക്കളൊക്കെ തന്നെയും ADAs അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൻ്റെ പിന്നാലെ പോകുന്ന ഈ ഒരു വേളയിൽ കാര്യമായിട്ടുള്ള ADAS സപ്പോർട്ടോ അല്ലെങ്കിൽ ആ ഒരു അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളോ നമ്മൾ ഈ വണ്ടിക്ക് അത് കണ്ടില്ല. ഈവൻ ദോ ക്രൂയിസ് കൺട്രോൾ ഉണ്ടെങ്കിൽ കൂടി. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് അല്ലെങ്കിൽ വണ്ടിയുടെ വിലയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ മാറുമ്പോൾ അതുകൂടി വേണ്ടതാണെന്ന് തോന്നി. അതൊരു കോൺസായിട്ട് പറയാം. SUV എന്ന് വിളിക്കാവോ ഫ്രോങ്സിന് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മാരുതി എന്ന ട്രാക്കാണത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാഴ്ചയ്ക്ക് നല്ല രൂപ ഭംഗിയുള്ള അല്ലെങ്കിൽ ആ ഒരു SUV സ്റ്റാൻഡ്സുള്ള അത്യാവശ്യം ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറ്, അതിൻ്റെ കൂടെ ടർബോ പെട്രോൾ എഞ്ചിൻ, അത്യാവശ്യം നല്ല ഫ്യൂരിയേഷനായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നോക്കുമ്പോൾ ഫ്രോങ്സ് ലിറ്ററലി ഒരു നല്ല കാറാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്രയുമാണ് ഫ്രോങ്സിൻ്റെ കുറേയധികം ഉണ്ടുകളും കുറച്ച് ഇല്ലായ്കളും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.